ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അജ്മൽ സൊല്യൂഷൻസ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിലെ രണ്ടാമത്തെ ഒരു കൺസെപ്റ്റാണ്. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഷുവറായിട്ട് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിർബന്ധമായും ആ വീഡിയോ കാണേണ്ടതാണ്. ഓക്കെ, നമ്മുടെ ബേസിക് ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ടൈപ്പ് ഇതാണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ഒബ്ജക്ട്സ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ഒബ്ജക്ട്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും കോസ്റ്റ് പ്രൈസ് ഓഫ് 4 ഒബ്ജക്ട്സ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 5 ഒബ്ജക്ട്സ്, ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The cost price of 4 objects is equal to the selling price of 5 objects. Find profit or loss percentage. Okay, ഇപ്പോൾ നമ്മൾ ആദ്യം എഴുതി കോസ്റ്റ് പ്രൈസ് ഓഫ് 4 ഒബ്ജക്ട്സ് അല്ലേ. ഓക്കെ, അപ്പോൾ 4 ഒബ്ജക്ട്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 5 ഒബ്ജക്ട്സ്. 5 ഒബ്ജക്ട്സിൻ്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വലാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് സി പി ബൈ എസ് പി എന്ന് പറഞ്ഞാൽ എന്താ വരാം? ഓക്കെ, ഈ എസ് പി താഴോട്ട് വന്നാൽ ഈ 4 എന്ത് ചെയ്യും? 5ൻ്റെ അടിയിൽ പോലെ 5/4. നമ്മൾ പണി കഴിഞ്ഞു. ഇവിടെ എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5 ആണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഉണ്ടാവുക? അതായത് 5 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 5 രൂപ എന്ന് വിചാരിച്ചോ. 5 രൂപയാണ് കോസ്റ്റ് പ്രൈസ്, 4 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് എന്താ ഉള്ളത്? ലോസ് ആണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ലോസ് പെർസെൻറ്റേജ്. ഓക്കെ, ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോസ് ബൈ സി പി ഇൻറ്റു 100 അല്ലേ. ഓക്കെ, ലോസ് എത്ര ഉള്ളത്? 5 രൂപയാണ് സി പി, 4 രൂപയാണ് എസ് പി. അപ്പോൾ ലോസ് എത്രയാണ്? 1 രൂപ. ലോസ് പെർസെൻറ്റേജ് എന്തിലാണ് കാണാം? സി പിയിൽ. സി പി എത്രയാണ്? 5. 1/5 ഇൻറ്റു 100. 1/5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20% ആണ് നമ്മുടെ ലോസ്. ഓക്കെ, ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ എഴുതി കോസ്റ്റ് പ്രൈസ് ഓഫ് 4 ഒബ്ജക്ട്സ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 5 ഒബ്ജക്ട്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സി പി ബൈ എസ് പി എഴുതേണ്ട ആവശ്യമില്ല. സി പി ഏതായിരിക്കും? എസ് പിൻ്റെ അടുത്തുള്ള, അല്ലെങ്കിൽ എസ് പിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും സി പി. സി പിയുടെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും എസ് പി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, സി പി എന്ന് പറയുന്നത് എസ് പിയുടെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, എസ് പി എന്ന് പറയുന്നത് സി പി കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടിൻ്റെയും സി പി ബൈ എസ് പിയോ അല്ലെങ്കിൽ എസ് പി ബൈ സി പിയോ കാണാം. ഇത് എഴുതുക, എന്നിട്ട് അതിനെ നേരെയുള്ള സി പിൻ്റെ നേരെയുള്ളത് സി പി ആയിട്ടും എസ് പിൻ്റെ നേരെയുള്ള വാല്യൂ എസ് പി ആയിട്ടും എടുത്താൽ മതി. സിമ്പിൾ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തോളാം നമുക്ക്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഓഫ് 12 ഒബ്ജക്ട്സ് ഈസ് ഈക്വൽ ടു ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 ഒബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തി? ആദ്യം 12 ഒബ്ജക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 10 ഒബ്ജക്ട്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഡയറക്റ്റ് ഈ വാല്യൂസിന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് ആക്കാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും അല്ലേ. കോമൺ ആയിട്ടുള്ളത് ആണ് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 6 ടൈംസ്, ഇവിടെ 5 ടൈംസ് അല്ലേ. 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 6, ഇവിടെ 5. അപ്പോൾ ഞാൻ പറഞ്ഞു സി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസ് പിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, 5 ആണ്. എസ് പി എന്ന് പറഞ്ഞാൽ സി പിൻ്റെ കോഎഫിഷ്യൻ്റ് 6 ആണ്. ഓക്കെ, ഇനി അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? സി പി ബൈ എസ് പി ചെയ്യാം. ഓക്കെ, എസ് പിൻ്റെ താഴോട്ട് വന്നാൽ എന്ത് വരും? 5/6. ഇവിടെ സി പി എന്ന് പറയുന്നത് 5 ആണ്, എസ് പി എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് ആണ് അല്ലേ. കോസ്റ്റ് പ്രൈസ് 5 ആണ്, സെല്ലിംഗ് പ്രൈസ് 6 ആണ്. അപ്പം പ്രോഫിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്? പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 അല്ലേ. പ്രോഫിറ്റ് എത്രയാണ്? 5 രൂപ സി പി, 6 രൂപ എസ് പി. അപ്പോൾ എന്താണ്? 1 രൂപയാണ്, അല്ലെങ്കിൽ 1 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 5. 1/5 ഇൻറ്റു 100. അപ്പോൾ എത്ര? 20%. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്
If cost price is 95% of the selling price, what is the profit percentage? Simple. Cost price എന്ന് പറയുന്നത് 95% of the selling price അല്ലേ, 95% of the selling price. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 95% എന്ന് പറയുന്നത് 95/100. 95/100 ഷോർട്ട് ആക്കി എന്ത് വരും? 19/20 ഓഫ് എസ് പി എന്ന് പറഞ്ഞാൽ ഇൻറ്റു എസ് പി അല്ലേ. ഓക്കെ ഓക്കെ, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 19/20 എസ് പി ആണ്. ഇത് എന്ത് കിട്ടി? ഓക്കെ, ഇതിൽ നമുക്കൊന്ന് ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ മതി? ഇവിടെ CP/SP എന്ന് പറഞ്ഞാൽ എന്താ? എസ് പി ഇതായിട്ടൊന്നും മതി അല്ലേ, ഇവിടെ 19 ആണ്. ഓക്കെ, 19/20. ഓക്കെ, ഇവിടെ നോക്കുക, CP എന്ന് പറയുന്നത് 19 ആണ്, SP എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 19, സെല്ലിംഗ് പ്രൈസ് 20. അപ്പോൾ എന്താ ഉണ്ടാവുക? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? പ്രോഫിറ്റ് ബൈ CP × 100 അല്ലേ. CP 19, SP 20. ഇപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 1. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? CPയിലാണ്. CP എത്രയാണ്? 19. ഇപ്പോൾ 1/19 × 100. ഓക്കെ, നമ്മൾ ഷോർട്ടാക്കി എന്ത് വരും? ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതിയാൽ 5/19% അല്ലേ. 100/19 എന്ന് പറയുമ്പോൾ 5 × 95 ബാക്കി എത്രയുണ്ടാവും? 5/19. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് പെർസെൻറ്റേജിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, 5/19% ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If selling price of an article is 1/3 of cost price, find the gain percentage. ഒക്കെ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇവിടെ പറഞ്ഞത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1/3 ടൈംസ് CP എന്നാണ്. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞാൽ എന്താ? 1 × 3 + 1/3, അതായത് 4/3 CP ആണ്. ഓക്കെ, ഇത് എന്ത് കിട്ടും? SP/CP എന്ന് പറയുന്നത് 4/3. നമ്മൾ SP/CPയോ CP/SP എന്ത് കണ്ടാലും മതി. എന്നിട്ട് എന്ത് ചെയ്യാൽ മതി? ഇതിൻ്റെ നേരെയുള്ള വാല്യൂസ്, കറസ്പോണ്ടിങ് വാല്യൂസ് എടുത്താൽ മതി. SP എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 4 ആണ്. CP എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? കോസ്റ്റ് പ്രൈസ് 3, സെല്ലിംഗ് പ്രൈസ് 4, അപ്പം പ്രോഫിറ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലും ഗെയിൻ പെർസെൻറ്റേജ് തന്നെയാണ് തന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം ഇവിടെ പ്രോഫിറ്റ് ആണോ അല്ലെ ലോസ് ആണോ. ഇവിടെ CP 3 ആണ്, SP 4 ആണ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കാണുന്നത്. ഓക്കെ, പ്രോഫിറ്റ് എത്രയാണ്? 1 ആണ്. CP എത്രയാണ്? 3 ആണ്. 1/3 മാത്രമാണ് 33, 1/3%. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൽ റിസ്ക് ഒന്നുമില്ല, എളുപ്പത്തിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നമ്മൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമുണ്ട്. എന്തായിരുന്നു? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാകുന്ന സമയത്ത് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെല്ലിംഗ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും ഡിഫറൻസ് ആണ്. അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് അല്ലേ. അതേപോലെ ലോസ് ഇപ്പോൾ ഉണ്ടാവുക, ലോസ് ഉണ്ടാകുന്നത് CPനേക്കാൾ കുറയുമ്പോഴാണ് അല്ലേ. കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അവിടെ കൂടുതൽ, സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കുറവ്. ഇപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മതിയില്ലേ, പ്രോഫിറ്റ് ആവുന്ന സമയത്ത് SP ആയിരിക്കും കൂടുതൽ, ലോസ് ആവുന്ന സമയത്ത് CP ആയിരിക്കില്ലേ കൂടുതൽ. ഓക്കെ, എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇത് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പലരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓറലി, അതായത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യും. പക്ഷേ അവിടെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് തെറ്റ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല. നിങ്ങളൊരു 5 സെക്കൻഡ് കൂടുതൽ എടുത്താലും നിങ്ങൾക്ക് എന്ത് സംഭവിക്കില്ല? തെറ്റ് സംഭവിക്കില്ല. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്നല്ലേ, നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ സെല്ലിംഗ് 33 meter of cloth, a person gains cost price of 11 meter. Find his profit percentage. 33 മീറ്റർ ക്ലോത്ത് വിൽക്കുന്ന സമയത്ത് 11 മീറ്റർ ക്ലോത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്
ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇത് പല രീതിയിൽ ചോദിക്കാം. അതായത് ഇവിടെ ലാഭം നമുക്ക് തന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ ടേംസിലാണ്. ഇനി നമുക്ക് ലാഭം തരുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ ടേംസിലാവാം. ഇനി ലാഭത്തിന് പകരം ലോസ് കോസ്റ്റ് പ്രൈസിൻ്റെ ടേംസ് തരാം, അതേപോലെ ലോസ് സെല്ലിംഗ് പ്രൈസിൻ്റെ ടേംസ് തരാം. ഏത് ടേംസിൽ തന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. എങ്ങനെ നോക്കാം. ഇവിടെ ആദ്യം നോക്കേണ്ടത് നമുക്കിവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. എ പേഴ്സൺ ഗെയിൻസ്. ഇപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ്. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് പി മൈനസ് സി പി. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എസ് പി മൈനസ് സി പി ആണ്. ഇവിടെ പ്രോഫിറ്റ് എന്താണ്, കോസ്റ്റ് പ്രൈസ് ഓഫ് 11 ഐറ്റം. ഓക്കെ, അപ്പം 11 കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ലാഭം. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എത്ര മീറ്റർ ക്ലോത്ത് ആണ് വിറ്റത്, 33 മീറ്റർ. അതായത് 33 മീറ്റർ ക്ലോത്ത് വിറ്റപ്പാണ് നമുക്ക് ലാഭം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ 11 CP എന്ന് പറയുന്നത് എന്തായിരിക്കും, 33 മീറ്റർ ക്ലോത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് മൈനസ് 33 മീറ്റർ ക്ലോത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അല്ലേ. അതായത് 33 മീറ്റർ ക്ലോത്ത് വിറ്റപ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത്. അപ്പം ഈ ലാഭം എന്ന് പറയുന്നത് 33 മീറ്റർ ക്ലോത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് മൈനസ് 33 മീറ്റർ ക്ലോത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അല്ലേ, ആയിരിക്കും. ഇനി നമ്മുടെ പണി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, ഒരേ ടേംസിന് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ മൈനസ് 33 CP ഉണ്ട്. അത് ഇങ്ങോട്ട് വന്നാൽ എന്ത് പോകും, 44 CP is equal to 33 SP. ഇതിപ്പോൾ നമ്മുടെ നേരത്തെ അതേ ടൈപ്പ് ആയില്ലേ. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം അല്ലേ. 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3 times 4 times. ഓക്കെ, ഇവിടെ CP by SP എന്ന് പറയുന്നത് എന്താ വരാം, 3/4. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്, പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തായിരിക്കും, പ്രോഫിറ്റ് ബൈ CP × 100 അല്ലേ. CP 3 SP 4. പ്രോഫിറ്റ് എത്രയാണ്, 1. ഏതിലാണ്, CPയിൽ. അപ്പോൾ 1/3 × 100 is equal to 33 1/3%. സിമ്പിൾ അല്ലേ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കി. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ SP മൈനസ് CP, ലോസ് ആണെങ്കിൽ CP മൈനസ് SP. ഇനി നമുക്ക് പ്രോഫിറ്റ് എന്തിൻ്റെ ടേംസിലാണ് തന്നത്, ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ ടേംസിലാണ്. അപ്പോൾ പ്രോഫിറ്റിന് പകരം നമ്മൾ 11 അല്ലേ, കോസ്റ്റ് പ്രൈസ് ഓഫ് 11 മീറ്റർ എന്നല്ല പറഞ്ഞത്. അപ്പോൾ 11 മീറ്ററിൻ്റെ CP ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 33 മീറ്റർ ക്ലോത്ത് വിറ്റപ്പോഴാണ്. അപ്പോൾ ഈ ലാഭം എന്ന് പറയുന്നത് 33 മീറ്റർ ക്ലോത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് മൈനസ് 33 മീറ്റർ ക്ലോത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒരേ ടേംസ്, അതായത് CPയിലെ ടേംസ് ഒരു സൈഡ് കൊണ്ടുപോകാം, SP വേറെ സൈഡിലാക്കാം. എന്നിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ CP by SP എന്ന് പറഞ്ഞാൽ 3/4. CP 3 ആണ്, SP 4 ആണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്, ലാഭം. അപ്പോൾ ഈ ലാഭം എത്രയാണ്, 1 ആണ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ 1 by കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 3. 1/3 × 100 is equal to 33 1/3%. ക്ലിയർ അല്ലേ. 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അപ്പോൾ അതെന്താവും, പക്ക ക്ലിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെറിയൊരു ചേഞ്ച്. ബൈ സെല്ലിംഗ് 33 മീറ്റർ ഓഫ് ക്ലോത്ത് എ പേഴ്സൺ ഗെയിൻസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 മീറ്റർ. നേരത്തെ എന്താ പറഞ്ഞത്, എ പേഴ്സൺ ഗെയിൻസ് കോസ്റ്റ് പ്രൈസ് ഓഫ് 11 മീറ്റർ എന്നാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇവിടെ ഗെയിൻസ് ആണല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇവിടെ പ്രോഫിറ്റ് എന്താണ്, 11 മീറ്ററിൻ്റെ, ശ്രദ്ധിക്കണം 11 മീറ്ററിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 11 മീറ്ററിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇനി ടോട്ടൽ എത്ര ഉണ്ട് നോക്കാം, 33. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, 33 SP മൈനസ് 33 CP. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, SP ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ, അതായത് ഒരേ ടേംസിനെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ മൈനസ് 33 CP ഇങ്ങോട്ട് പോയാൽ എന്ത് വരും, 33 CP. ഇവിടെ എന്ത് വരും, 33 SP മൈനസ് 11 SP 22 SP. ക്യാൻസൽ ചെയ്തു, 2 times 3 times 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്നിട്ട് CP by SP എന്ന് പറയുന്നത് എന്താണ്, 2/3. കഴിഞ്ഞില്ല പരിപാടി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാം അല്ലേ. പ്രോഫിറ്റ് ബൈ CP × 100. കോസ്റ്റ് പ്രൈസ് 2 ആണ്, സെല്ലിംഗ് പ്രൈസ് 3 ആണ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്, 1 ആണ് അല്ലേ. പ്രോഫിറ്റ് 1 ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക, കോസ്റ്റ് പ്രൈസിലാണ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 2 ആണ്. 1/2 × 100. 1/2 വന്നാൽ 50%. സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമുക്ക് പ്രോഫിറ്റ് ഏത് ടേംസ് തന്നാലും, കോസ്റ്റ് പ്രൈസിൻ്റെ ടേംസ് തന്നാലും അതേപോലെ സെല്ലിംഗ് പ്രൈസിൻ്റെ ടേംസ് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ? പോസ് ചെയ്തിട്ടുണ്ടാവും. എളുപ്പമാണ് അല്ലേ? ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ബൈ സെല്ലിങ് 10 oranges എ പേഴ്സൺ ലോസസ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കോസ്റ്റ് പ്രൈസ് ഓഫ് 2 oranges. എന്തിൻ്റെ ടേംസിലാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഉണ്ടായത്, പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടായത്? ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ ടേംസിലാണ്. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ആദ്യം ലോസ് ആണ്. നമുക്കറിയാം ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? CP മൈനസ് SP. ഇനി ലോസ് എന്തിൻ്റെ ടേംസിലാണ് തന്നത്? കോസ്റ്റ് പ്രൈസിൻ്റെ ടേംസിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 2CP, അതാണ് നമ്മുടെ ലോസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്താ ചെയ്തേണ്ടത്? ഇവിടെ നമ്മൾ ടോട്ടൽ എത്ര എണ്ണം വിൽക്കുന്നുണ്ട്? 10 എണ്ണം. അപ്പം 10 എണ്ണത്തിൻ്റെ CP മൈനസ് 10 SP ആണെന്ത്? അപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത്? 2 എണ്ണത്തിൻ്റെ CP ലോസ് ഉണ്ടായത്. ഒന്നുമില്ല, അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്ര എണ്ണാണോ വിൽക്കുന്നത് അതങ്ങ് എഴുതി കൊടുത്താലും മതി. പക്ഷെ മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് 10 എണ്ണം വിറ്റതിന് ശേഷമാണ് ഇയാൾക്ക് 2 എണ്ണത്തിൻ്റെ CP നഷ്ടമായത്. അപ്പോൾ 10 എണ്ണം വിറ്റതിന് ശേഷം നഷ്ടം ഉണ്ടാണെന്ന് പറയുകയാണെങ്കിൽ, അതായത് 10 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 10 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസിനേക്കാൾ കൂടുതലാണ്. എത്ര കൂടുതലാണ്? 2 എണ്ണത്തിൻ്റെ CP. അതല്ല ഇതിൻ്റെ മീനിങ് അല്ലേ? 10 CP മൈനസ് 10 SP. ഇനി എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ CP ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പം എന്ത് വരും? ഈ 2CP ഇങ്ങോട്ട് വരും. അപ്പം 8CP. ഈ 10 SP ഇങ്ങോട്ട് വന്നാൽ എന്തോ? മൈനസ് 10 SP വന്നാൽ 10 SP. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യണം, ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി വലിയ വാല്യൂസ് ഒക്കെ ആണ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ചെറിയ വാല്യൂസ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്താൽ ഇല്ലെങ്കിലൊക്കെ കുഴപ്പമില്ല. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4 ടൈംസ് 5 ടൈംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ SP എന്താ വരാം? ഒന്നെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി CP/SP എന്നൊക്കെ എഴുതി. ഇനി നമുക്ക് ഇനിയിപ്പോൾ CP/SP ഒക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? SP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CPൻ്റെ കോഎഫിഷ്യൻറ്റ് 4. CP എന്ന് പറയുന്നത് SPൻ്റെ കോഎഫിഷ്യൻറ്റ് 5. CP 5 ആണ്, SP 4 ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ SP/CP എന്ന് എഴുതി തന്നെ ചെയ്യാം. പിന്നെ ചെയ്ത് നിങ്ങൾക്ക് എന്താവും? ഇത് ശീലമായിക്കോളും. ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 0 to hero ലെവലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ SP/CP എന്നോ CP/SP എന്ന് എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആൻസർ പറയും. ഓക്കെ, SP/CP എന്ത് വരും? 4/5. CP 5 ആണ്, SP 4 ആണ്. അപ്പോൾ എന്താ ഉണ്ടായത്? ലോസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ബൈ CP × 100 ആണ്. ഇവിടെ എത്ര ലോസ്? 1 ആണ് അല്ലേ? 1/CP എത്രയാണ്? 5 × 100. 1/5 എന്ന് പറഞ്ഞാൽ എത്ര? 20%. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ തമ്പനയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഈ തമ്പനയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യില്ലേ? നോക്കാം. ഈ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്യാം. ബൈ സെല്ലിംഗ് 15 ബുക്സ് എ പേഴ്സൺ ലോസസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 3 ബുക്സ്. ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? ലോസ് ആണ്. എന്തിൻ്റെ ടേംസിലാണ്? സെല്ലിംഗ് പ്രൈസിൻ്റെ ടേംസിലാണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ? ആദ്യം ലോസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എല്ലാ സ്റ്റെപ്പിലും ഇങ്ങനെ ലോസസ് = CP - SP എന്ന് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലായിക്കോട്ടെ, മനസ്സിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും ഞാനിങ്ങനെ എഴുതുന്നതാണ്. ഓക്കെ, ലോസസ് = CP - SP. ലോസ് എന്തിൻ്റെ ടേംസിലാണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 3 ബുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 എണ്ണത്തിൻ്റെ SP. അപ്പോൾ നമ്മൾ എത്ര എണ്ണമാണ് വിൽക്കുന്നത്? 15 എണ്ണം. = 15 എണ്ണത്തിൻ്റെ CP മൈനസ് 15 എണ്ണത്തിൻ്റെ SP. എന്തുകൊണ്ടാണ് ഇവിടെ 15 എന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ 15 SP ഒരു സൈഡിൽ കൊണ്ടുപോകാം, CP മറ്റേ സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 18 SP = 15 CP. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 times 3 6 times 3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? SP/CP = എന്ത് വരും? 5/6. ഓക്കെ, CP 6 ആണ്, SP 5 ആണ്. അപ്പോൾ എന്താണ്? ലോസ് ആണ്. ലോസ് എത്ര വരും? ഓക്കെ, ലോസ് എത്രയാണ്? 1. 1/CP എത്രയാണ്? 6. 1/6 × 100 = 16 2/3%. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മുടെ കമ്പനിയിലെ ക്വസ്റ്റ്യൻ പല ആളുകളും ആദ്യം കണ്ടപ്പം പെട്ടെന്ന് ക്ലിക്കായി ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? സിമ്പിളാണ്. പ്രോഫിറ്റ് ലോസ് വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് സ്റ്റെപ്പായിട്ട് പഠിച്ചു പോയാൽ മതി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
12 copies of a book were sold for rupees 1800, thereby gaining cost price of 3 copies. Find cost price of a book. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമ്മൾ 12 ബുക്ക് വിറ്റപ്പോൾ 3 ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് ലാഭം കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ലാഭമാണ് ഉണ്ടായത് അല്ലേ, പ്രോഫിറ്റ് എത്രയാണ്? 3 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇനി ഞാൻ പ്രോഫിറ്റ് is equal to SP മൈനസ് CP ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ, അത് ഞാൻ പ്രോഫിറ്റ് 3 CP is equal to എന്താണ്? 12 SP മൈനസ് 12 CP. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ 1800 നമ്മൾ അവസാനം കൺസിഡർ ചെയ്താൽ മതി. ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച സാധനം ചെയ്യാം. 3 CP is equal to 12 SP മൈനസ് 12 CP. ഇതിൽ എന്ത് കിട്ടും? ഈ മൈനസ് 12 CP ഇങ്ങോട്ട് വന്നാൽ എന്ത് വരും? 15 CP is equal to 12 SP. ഇനി നോക്കിയേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 12 copies of book were sold for rupees 1800. അപ്പം 12 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത്? 1800. അത് എന്തിന് ഈക്വലാണ്? 15 എണ്ണത്തിൻ്റെ CP. അപ്പം 15 എണ്ണത്തിൻ്റെ CP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1800 ആണ്. 15 ബുക്കിൻ്റെ CP 1800 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബുക്കിൻ്റെ CP അല്ലെങ്കിൽ CP ഓഫ് 1 ബുക്ക് എന്തായിരിക്കും? equal to 1700 by 15 is equal to എത്ര വരും? 120 rupees. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ പറഞ്ഞത് 12 ബുക്ക് വിറ്റപ്പോൾ, അതായത് 12 ബുക്ക് 1700 രൂപക്ക് വിറ്റപ്പോൾ 3 ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് ലാഭം കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രോഫിറ്റ് is equal to SP മൈനസ് CP. അവിടെ 3 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് is equal to 12 SP മൈനസ് 12 CP എഴുതി. അപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടി. 15 എണ്ണത്തിന് CP എന്ന് പറഞ്ഞാൽ 12 എണ്ണത്തിൻ്റെ SPക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 12 എണ്ണത്തിൻ്റെ SP 1800 ആണ്. അത് തന്നെയാണല്ലോ 15 എണ്ണത്തിൻ്റെ CP. ക്ലിയർ അല്ലേ? അപ്പോൾ 15 ബുക്കിൻ്റെ CP എന്ന് പറയുന്നത് 1800 രൂപയാണെങ്കിൽ ഒരു ബുക്കിൻ്റെ CP എത്രയായിരിക്കും? 1800 by 15. സിമ്പിൾ അല്ലേ? ഓക്കെ, മനസ്സിലാത്തവർ ഒന്നുകൂടി ഒന്ന് കാണട്ടോ. സിമ്പിളാണ്, ഒന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഓൺ സെല്ലിംഗ് 8 ബുക്സ് ഫോർ rupees 1280, there is a profit of selling price of 2 book. Find cost price. ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യനിൽ 1250 അവിടെ നിന്നോട്ടെ. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. സെല്ലിംഗ് ഓഫ് 8 ബുക്ക്, 8 ബുക്ക് വിൽക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ഓഫ് എത്ര കിട്ടുന്നത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 2 ബുക്ക് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. പ്രോഫിറ്റ് ആയതുകൊണ്ട് SP മൈനസ് CP എത്ര എണ്ണത്തിൻ്റെ? 8 എണ്ണത്തിന്. ഓക്കെ, 8 SP മൈനസ് 8 CP. ഓക്കെ, ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ? ഈ 2 SP ഇങ്ങോട്ട് വന്നാൽ 6 XP ആവും. ഇതെന്താവും? 8 CP. 8 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വലാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ നല്ല ശ്രദ്ധിക്കണം. 8 എണ്ണത്തിൻ്റെ CP 6 എണ്ണത്തിൻ്റെ SP ഈസ് ഈക്വൽ ടു 1250 എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഈ 1250 എന്ന് പറയുന്നത് 8 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ റിലേഷൻ എന്താണ്? 8 ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 6 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വലാണ്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്താ? 8 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1280 ആണെങ്കിൽ 6 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുകൂടെ? കാണാല്ലേ? ഇതിൽ നിന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1200. ഒരു സെല്ലിംഗ് പ്രൈസ് ഒരു ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ 1280/8. ഓക്കെ, അപ്പോൾ 6 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ഇൻറ്റു 6 ചെയ്താൽ പോരെ? ഓക്കെ, ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 160 × 6 960. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ഈസ് ഈക്വൽ ടു 960 എന്നാണ് എഴുതേണ്ടത്. 960 ആണ് എഴുതേണ്ടത്. അത് തെറ്റിപ്പോയത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് 8 CP ഈക്വൽ ടു ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ നേരെ 1250 ഇവിടെ എഴുതരുത്. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ 8 ബുക്കിൻ്റെ CP എന്ന് പറയുന്നത് 6 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസിനാണ് ഈക്വൽ. 6 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ല 1250. 1250 എന്ന് പറയുന്നത് 8 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, 8 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ 8 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1250 ആണെങ്കിൽ ഒരു ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 1250/8. അങ്ങനെയാണെങ്കിൽ 6 ബുക്കിൻ്റെ ആണെങ്കിൽ 1250/8 × 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 960. ഓക്കെ, അപ്പോൾ ഇവിടെ 6 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് 960. പക്ഷേ 6 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 960 ആണ്. അതാണ് എന്തിന് ഈക്വൽ? 8 എണ്ണത്തിൻ്റെ CP. 8 ബുക്കിൻ്റെ CP 960 ആണെങ്കിൽ ഒരു ബുക്ക് എത്രയായിരിക്കും? 960/8.
8 എത്ര വരും 120. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് 8 ബുക്കിൻ്റെ CP = 6 എണ്ണത്തിൻ്റെ SP എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് 1250 എഴുതരുത്. 6 എണ്ണത്തിൻ്റെ കാണണം. 8 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1250 ആണെങ്കിൽ നമുക്ക് 6 എണ്ണത്തിന് കണ്ടുകൂടെ? ഒന്നിൻ്റെത് കാണാം ഇൻറ്റു 6 ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ടേ നമ്മൾ എന്തിനായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പാടുള്ളൂ? 8 എണ്ണത്തിൻ്റെ CP ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നല്ല മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കുള്ളൂ. ഹോംവർക്ക് എല്ലാം നിങ്ങളിത് കാണുന്ന സമയത്ത് ചെയ്യാതാവും ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, അത് നിങ്ങൾ പഠിച്ച ആളുകളാണെങ്കിലും റിവൈസ് ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കറിയാൻ പറ്റും ഏകദേശം എത്ര പേര് സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യണം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വെറും 2 ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് തന്നെയാണ് ബേസ് അല്ലേ. അതായത് എക്സ് ഒബ്ജക്റ്റിൻ്റെ CP = Y ഒബ്ജക്റ്റിൻ്റെ SP ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കാണും, അതിൻ്റെ വേറൊരു വേർഷനാണ് രണ്ടാമത്തെ ടൈപ്പ്. ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു കൺസെപ്റ്റ് മാത്രമേ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി ഉടൻ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.